കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഇൻഫോസിസ് ക്യാമ്പസ് ലൈബ്രറിയിൽ നിന്ന് ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചിക്കൻ സൂപ്പ് ഫോർ ദ മദേഴ്സ് സോൾ എന്ന് പറഞ്ഞിട്ടുള്ള. അതിൽ ഒരു സ്റ്റോറി വായിച്ച സമയത്ത് എക്സാക്ട്ലി ഞാനും എൻ്റെ അമ്മയായിരുന്നു. എനിക്ക് എൻ്റെ അമ്മ പോയിട്ടുള്ള പല ലൈഫ് സിറ്റുവേഷനാണ് ആ ഒരു കഥ വായിച്ച സമയത്ത് എൻ്റെ മനസ്സിലേക്ക് വന്നത്. അമ്മയുടെ ഓർമ്മകൾ എനിക്ക് ഒരുപാട് വരാൻ തുടങ്ങി. ഒരുപാട് ഇമോഷണൽ മൊമെൻറ്റ്സിലൂടെ ഞാനൊരു സ്റ്റോറി വായിക്കുന്ന സമയത്ത് പോകാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ആ കഥ വായിച്ചു കഴിഞ്ഞ് ലൈബ്രറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഒരു കുറച്ച് സെക്കൻഡ്സ് കഴിഞ്ഞ സമയത്ത് എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്. എൻ്റെ അമ്മ വിളിക്കുകയാണ് എന്നെ. ആ ഒരു സമയത്ത് എൻ്റെ അമ്മ ഒരിക്കലും എന്നെ വിളിക്കാറില്ല. നോർമലി അച്ഛനാണ് ആദ്യം സംസാരിച്ചിട്ട് അമ്മയ്ക്ക് കൊടുക്കുക. പക്ഷേ ഇത് ഡയറക്റ്റ് ആയിട്ട് എൻ്റെ അമ്മ എന്നെ വിളിക്കുകയാണ്. ഉച്ച സമയത്താണ് വിളിക്കുന്നത്. ഞാൻ ഫോണെടുത്ത് ഹലോ എന്ന് പറഞ്ഞു. അപ്പം അമ്മ എൻ്റെ അടുത്ത് പറയുന്നത് അമ്മ ഉറങ്ങുമായിരുന്നു. അപ്പം അമ്മയുടെ സ്വപ്നത്തിൽ പെട്ടെന്ന് എൻ്റെ വോയിസ് കേട്ടു. ഞാൻ അമ്മേ എന്ന് വിളിക്കുന്നത് പോലെ അമ്മയ്ക്ക് തോന്നി. അതുകൊണ്ട് അമ്മ പെട്ടെന്ന് തന്നെ വിളിച്ചതാണ്. അമ്മയ്ക്ക് എന്തൊരു ഫീലായിട്ട് അമ്മ പെട്ടെന്ന് തന്നെ വിളിച്ചതാണ്. ഐ വാസ് ലൈക്ക് വാവ്, എന്ത് മാജിക്കാണ് സംഭവിച്ചത്. എനിക്ക് ഒരുപാട് സന്തോഷവും സങ്കടമൊക്കെയാണ് ആ ഒരു സമയത്ത് തോന്നിയത്. അതാണ് എൻ്റെ ലൈഫിൽ, എൻ്റെ ഓർമ്മയിൽ എന്നെ അത്ര ഡീപ്പായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളൊരു ടെലിപ്പസിക് മെസ്സേജ് എൻ്റെ അമ്മയായിട്ടായിരുന്നു എനിക്ക് ഉണ്ടായിട്ടുള്ളത്. അത് അൺഇൻറ്റൻഷനലി ചെയ്തതാണ്, ഞാൻ മനഃപൂർവ്വം ചെയ്തൊരു കാര്യമല്ല. ഇത് നമ്മളെല്ലാവരും നമ്മുടെ ലൈഫിൽ എപ്പോഴെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. ബട്ട് യു നോ വാട്ട്, ദ ഇൻട്രസ്റ്റിംഗ് ആൻഡ് ദ പവർഫുൾ ട്രൂത്ത്സ് ഇത് നമുക്ക് ഇൻറ്റൻഷനലി ചെയ്യാൻ സാധിക്കും. മേ ബി നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയെ നമ്മൾ ടെലിപ്പസിക്കലി കണക്ട് ചെയ്യാൻ പോവാണ്. അത് പ്രോബബ്ലി നിങ്ങൾ കുറേ കാലമായിട്ട് സംസാരിക്കാത്തൊരു ഫ്രണ്ട് ആയിരിക്കാം, നിങ്ങളുടെ പാരന്റ് തന്നെ ആയിരിക്കാം, നിങ്ങളുടെ അച്ഛനോ അമ്മയോ ആയിരിക്കാം, നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം. ഈ സമയം നിങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആർക്ക് വേണമെന്നുണ്ടെങ്കിലും, അത് നിങ്ങൾ എത്ര വർഷങ്ങളായിട്ട് കോണ്ടാക്റ്റ് ഒന്നും ഇല്ലാത്ത ആളുകളാണ്, നിങ്ങൾക്ക് അവരുടെ കോണ്ടാക്ട് നമ്പർ അറിയില്ല എന്നുണ്ടെങ്കിൽ പോലും, അവരെവിടെയാണ് എന്താണ് ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ പോലും, ട്രസ്റ്റ് മീ, ഇത് ഒരു മാജിക്കലായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത് എപ്പോഴും എൻ്റെ ലൈഫിൽ എൻ്റെ ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിലും ഞാൻ എപ്പോഴൊക്കെ എൻ്റെ ഫ്രണ്ട്സിനെ ചിന്തിക്കുന്നോ സെക്കൻഡ്സിൽ അവർ എന്നെ വിളിക്കും. എൻ്റെ പാരൻസ് ആണെന്നുണ്ടെങ്കിലും എനിക്ക് ഇഷ്ടമുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും എനിക്ക് നമ്മളുടെ റിലേഷൻഷിപ്പ് ബന്ധങ്ങളൊക്കെ നമുക്ക് വളരെ പ്രഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. മാറ്റി വെക്കേണ്ട ആളുകളെ മാറ്റി തന്നെ വെക്കുക. പക്ഷേ റീകണക്ട് ചെയ്യണം, ഒന്ന് സംസാരിക്കണം, ഒരുപാട് കാലമായി സംസാരിച്ചിട്ട് എന്നൊക്കെ തോന്നുന്ന ചില ആളുകൾ ഉണ്ടാവും നമ്മുടെ ലൈഫിൽ അല്ലേ. സോ അവരെ മനസ്സിൽ വിചാരിച്ച് ഒന്ന് ആ ഒരു റിലേഷൻഷിപ്പൊക്കെ ഒന്ന് ഹീൽ ചെയ്യുക, റീകണക്ട് ചെയ്യാനൊക്കെ ഈ ഒരു കാര്യം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ ആ റിയൽ മാജിക് അതിന് ശേഷമാണ് സംഭവിക്കുന്നത്. സോ നിങ്ങൾ ടെലിപ്പസിക്കലി കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് വെരി സൂൺ, വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്, വളരെ മാജിക്കലായിട്ട് നിങ്ങൾക്ക് അവരെ കാണാനോ സംസാരിക്കാനോ അല്ലെങ്കിൽ ഒരു സർപ്രൈസ് ആയിട്ട് അവരെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ കേൾക്കും. സോ നമുക്ക് ക്യുക്കായിട്ട് നിങ്ങൾ ഏറ്റവും ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തിക്ക് ഒരു ടെലിപ്പസിക് മെസ്സേജ് കൊടുക്കാം. നിങ്ങൾക്കിത് കേട്ടുകൊണ്ട് ചെയ്യാം, എവിടെ വേണമെന്നുണ്ടെങ്കിലും ഇരുന്ന് ചെയ്യാം. പക്ഷെ ഒരു 30 സെക്കൻഡ്സ് അല്ലെങ്കിൽ ഒരു 60 സെക്കൻഡ്സ് ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഏറ്റവും കണക്റ്റഡ് ആയിട്ടുള്ള ഒരു മൊമെൻറ്റ്, നിങ്ങൾ രണ്ടുപേരും സന്തോഷമായിട്ടുള്ള ചില മൊമെൻ്റ് ആയിരിക്കാം, നിങ്ങൾ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം, നിങ്ങൾ ആ വ്യക്തിയെ ഒരുപാട് സന്തോഷിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കാം, നിങ്ങൾ മ്യൂച്വലി കണക്ട് ചെയ്തിട്ടുള്ള കാര്യമായിരിക്കാം. സോ നിങ്ങളുടെ മനസ്സിൽ എന്താണ് അത്ര ഡീപ്പായിട്ട് ചില മെമ്മറീസ് ഉണ്ടാവുന്നത്. മേ ബി നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു മെമ്മറി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ എന്താണോ നിങ്ങൾ കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, എന്താണോ നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞിട്ടുള്ള ആ ഒരു മെമ്മറി, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മെമ്മറി, ആ ഒരു കാര്യം നിങ്ങൾ ഒന്നുകൂടെ റീകളക്ട് ചെയ്യാം. ആ ഒരു കാര്യം മാത്രം നിങ്ങൾ എടുക്കുക. ലെറ്റ്സ് ബിഗിൻ. ക്ലോസ് യുവർ ഐസ് ആൻഡ് ആ വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മൊമെൻറ്റ് മനസ്സിൽ വിചാരിക്കുക. നിങ്ങൾ എന്താണോ ആ വ്യക്തിയുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് പറയാം. ആ വ്യക്തി എന്താണോ നിങ്ങളുടെ അടുത്ത് പറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് ജസ്റ്റ് ഇമാജിൻ ചെയ്യാം. സോ യു ഓൾറെഡി ഡൺ. സോ നിങ്ങളിത് വളരെ ഡീപ്പായിട്ട് വളരെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അല്ലെങ്കിൽ വിത്തിൻ 24 hours അല്ലെങ്കിൽ വെരി സൂൺ നിങ്ങൾക്ക് ആ വ്യക്തിയുടെ അടുത്തുനിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ കേൾക്കാൻ സാധിക്കും. ഓർ ആ വ്യക്തിയെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. സോ നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോ.